ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് മൃഗീ മുദ്ര. നമ്മളുടെ സൗന്ദര്യം, നമ്മളോടുള്ള സെൽഫ് ലവ്, നമ്മളുടെ ഓറ, നമ്മളുടെ പോസിറ്റിവിറ്റി, പവർഫുൾനെസ് എല്ലാം വളരെ ഹൈ ആക്കി വയ്ക്കാനും മറ്റുള്ളവരത് കാണുമ്പോൾ നമ്മളിലേക്ക് ഒരു അട്രാക്ഷൻ കൊണ്ടുവന്ന് എപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മളെ അറിയുന്നതും അറിയാത്ത ആയിട്ടുള്ള ആളുകൾ നമ്മളെ ഒന്ന് നോക്കാൻ ഒരു സ്പോട്ട് ലൈറ്റിൽ നമ്മളെ നിർത്തുന്ന രീതിയിൽ നമ്മളെ തന്നെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓറ ഒക്കെ വളരെ പവർഫുൾ ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മൃഗീ മുദ്ര. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ഓരോരുത്തർക്കും സ്വാഗതം. അപ്പോൾ മൃഗീ മുദ്ര, ഇതിനു മുമ്പ് വേറെ ഒരുപാട് മുദ്രകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാം കാണുകയും അത് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ പവർ, നമ്മളുടെ പോസിറ്റിവിറ്റി, ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ചുറ്റിനും ഒരു ഓറ ഉണ്ട്. ആ ഓറയ്ക്ക് ക്ഷതം ഒന്നും സംഭവിക്കാതെ മറ്റ് ആളുകളുമായിട്ട്, സാഹചര്യവുമായിട്ട്, ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ഒക്കെ നമ്മൾ ദിവസേന അല്ലെങ്കിൽ ദൈനംദിനം നമ്മൾ ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ ആ ഓറയ്ക്ക് പ്രശ്നങ്ങളൊന്നും വരാതെ, ബ്രേക്കേജ് ഒന്നും വരാതെ വളരെ പവർഫുള്ളായി ഇരിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ് മൃഗീ മുദ്ര. ഓർത്തു വയ്ക്കുക, നമ്മളെ ചൂഷണം ചെയ്യാനും നമ്മളെ ഇഷ്ടപ്പെടാത്തവരും ഒക്കെ നിർബന്ധമായും നമ്മളെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടൊന്നും ഈ മുദ്ര അട്രാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, നമ്മളെ ആവശ്യമില്ലാത്ത ഒരാളിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനൊന്നും ഈ മുദ്ര നിങ്ങൾ ഉപയോഗിക്കരുത്. അപ്പോൾ മുദ്ര ഇതാണ്. നമ്മളുടെ വലത് കൈയുടെ ഈ നടുക്കത്തെ 2 വിരൽ ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ച് അതിൻ്റെ ആ സെൻട്രൽ ലൈനിനോട് ചേർത്ത് നമ്മളുടെ തള്ളവിരൽ കൊണ്ട് മുട്ടിച്ചു വയ്ക്കുക. ബാക്കി 2 വിരലായിട്ടുള്ളത് നേരെ തന്നെ വയ്ക്കുക. അപ്പോൾ ഷേപ്പ് മാനിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും. അതായത് നമ്മളുടെ നടുക്കത്തെ 2 വിരലിലേക്ക്, അതിൻ്റെ ആ സെൻട്രൽ ലൈനിലേക്ക് നമ്മളുടെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ വെച്ച് വയ്ക്കുകയും ബാക്കി 2 വിരൽ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുകയും ചെയ്യുക. ഇത് 2 കൈയിലും ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ മുദ്ര ഇങ്ങനെ വെച്ച് നമുക്ക് കൊടുക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ക്രീം നമഃ, ഓം ക്രീം നമഃ, ഓം ക്രീം നമഃ. ഇനി നമുക്ക് ഈ മുദ്ര നമ്മളുടേതായിട്ടുള്ള പവറിനെ കൂട്ടാനും സൗന്ദര്യം കൂട്ടാനും നമ്മളിലേക്ക് മറ്റുള്ളവർ അട്രാക്റ്റ് ആവാനും നമ്മളുടെ ഓറ എപ്പോഴും വളരെ പവർഫുള്ളായി നിൽക്കാനും വേണ്ടിയിട്ട് മാത്രമല്ല, എപ്പിലെപ്സി, സീഷർ പോലത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ സൈനസൈറ്റിസ് അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥ, ആങ്സൈറ്റി, അങ്ങനെയുള്ള അവസ്ഥകൾ എല്ലാം നമുക്ക് മാറിക്കൊണ്ട് നമ്മൾക്ക് രാത്രി വളരെ കാമായിട്ട് നമ്മളുടെ ദേഷ്യത്തിനെ വളരെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാനും രാവിലെ നല്ല രീതിയിൽ എഴുന്നേറ്റ് യോഗ ചെയ്യുന്നതിന് മുമ്പ് ഈ മുദ്ര കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്ത് വളരെ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ പോസ്ചർ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ വലത് കൈ അതേ മുദ്ര തന്നെ നമ്മൾ കൊടുത്ത് ഇങ്ങനെ വയ്ക്കുക. നമ്മളുടെ ഇടത് കൈ നമ്മളുടെ ഹാർട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ നമ്മളിലേക്ക് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ ശക്തി,
നമ്മളുടെ പോസിറ്റിവിറ്റി, നമ്മളുടെ എനർജി, നമ്മളുടെ ഓറ, നമ്മളുടെ ഹൈ വൈബ്രേഷൻ എനർജി ലെവൽ, നമ്മളോടുള്ള നമുക്ക് അടങ്ങാനാവാത്ത, അളക്കാനാവാത്ത അൺകണ്ടീഷണൽ ലവ്, ഇത് എല്ലാം നമ്മളുടെ ഹാർട്ട് സ്പേസിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യുന്നുവെന്നും അതാണ് നമ്മളെ ഒരാൾ നോക്കുമ്പോൾ നമ്മളുടെ ചുറ്റിനും ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് ഈശ്വരന്മാരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ തലയ്ക്ക് മുകളിലൊരു ഹാലോ പോലെ നമ്മളുടെ ചുറ്റിനും ആ ഒരു വെളിച്ചം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പവർ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് കാണാനായിട്ട് സാധിക്കും. വലത് കൈ കൊണ്ട് ഈ മുദ്ര കൊടുക്കുക, ഇടത് കൈ കൊണ്ട് നമ്മളുടെ ഈ ഹാർട്ട് സ്പേസിലേക്ക് പോയിന്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഓം ക്രീം നമഃ, ഓം ക്രീം നമഃ, ഓം ക്രീം നമഃ. ഇത് നിങ്ങൾക്ക് 5 മുതൽ 10 മിനിറ്റ് വരെ, കണക്കില്ല, എത്ര തവണ വേണമെങ്കിലും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്യുക. ഇനി ഈ മുദ്ര തന്നെ നമ്മളുടെ ഈ ത്രോട്ട് ചക്രയിൽ കൊണ്ടുവന്ന് തട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ വെച്ച് ഇതേ മന്ത്രം തന്നെ നമ്മളിങ്ങനെ ഉരുവിടുകയാണെങ്കിൽ ഓം ക്രീം നമഃ, ഓം ക്രീം നമഃ, ഓം ക്രീം നമഃ, അത് ഒരു 5-10 നിമിഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര ഓപ്പൺ ആകും. വളരെ അറിവുള്ള അല്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ നമ്മൾ അറിവുള്ള ആളുകൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ സംഭാഷണത്തിൽ അത് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം വേണ്ടുമ്പോൾ അത് തേടി നിങ്ങളോട് ചോദിക്കാനും നിങ്ങളുടെ വാചകം അല്ലെങ്കിൽ വാക്ക് അല്ലെങ്കിൽ ശബ്ദം കേട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ അത് കേട്ട് നിൽക്കാൻ ആയിട്ട് ആൾക്കാർ നിങ്ങളിലേക്ക് അടുത്ത് വരും. അതാണ് അവിടെ കൊടുക്കുന്ന അട്രാക്ഷൻ. വളരെ വാക്ചാതുര്യത്തോടെ വളരെ തന്മയത്വത്തോടു കൂടി നിങ്ങൾക്ക് മറ്റുള്ള ഒരാളോട് ആശയവിനിമയം കൃത്യമായി നടത്താനും ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. ഈ മുദ്ര രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. കഴിവതും രാവിലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഹൈ പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് രാവിലെ മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ല സപ്പോർട്ട് തരിക. എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്.